the bushes. ആ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ സാറേ, പക്ഷെ എല്ലാത്തിനും പുറകെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഹിസ് മാസ്റ്റർ, ദ പ്ലാനർ ആൻഡ് ഹിസ് ഓണർ. അത് കൊള്ളാം. കേസന്വേഷണം എന്ന് പറഞ്ഞു കുടുംബത്തിന് തോന്നിയ ദിവസം പറയാ. കുറച്ചു മുന്നേ പറഞ്ഞ കപ്പിയും കയറുന്നു, ഇപ്പൊ പറയാ കടന്നല്ല കുത്തന്ന്. വായി തോന്നോ ചുമ്മാ വിളിച്ചു പറയരുത്. എന്റെ ചാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. സാറുമാർക്ക് സംശയം ഉണ്ട് എന്റെ വർഷോപ്പിലൂടെ ഞാൻ കാണിച്ച 2-3 കടന്നല്ല കൊടുക്കും. അതിലൊരെണ്ണം നല്ല തീട്ട് കത്തിച്ചോളും. അപ്പോഴാണ് എന്റെ പിള്ളേരെ കുത്തുകൊണ്ടേയിരിക്കും. എടോ, ഈ 2 മണ്ടന്മാരും അറിയാതെ അയാൾ എങ്ങനെ എന്റെ ഇടയ്ക്ക് കയറി കളിച്ച്? സാർ, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം സാറാ. അതെ, ലാസറങ്ങളും മാത്യൂസും ഒരേപോലെ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവർ തമ്മിൽ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല. കാരണം തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇവർ രണ്ടും ഒരുമിച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോഴായിരുന്നു സാറിന് ഫോൺ വരുന്നത്. സോറി സാർ, ഫോൺ സ്പീക്കറിലായിരുന്നു. എനിക്കെല്ലാം കണക്ട് ആകുന്നു. ജെഫിനെ ഉപേക്ഷിച്ച സ്ഥലം പറയാൻ ലാസർ ജോസഫിനെ വിളിച്ച ആ കോൾ, ഹലോ കിഡ്നാപ്പർ സ്പീക്കിംഗ്, അത് അറ്റൻഡ് ചെയ്തത് മമ്മി ആയിരിക്കാം. പക്ഷെ അത് ഒളിഞ്ഞു കേട്ടത് മറ്റൊരാളാണ്. നിങ്ങളുടെ മകൻ ജെഫിനില്ലേ? അത് ഞങ്ങൾ ഉദ്ദേശിച്ച ജെഫിനല്ല. അതുകൊണ്ട് അവനെ റബ്ബറും കാട്ടിനകത്തുള്ള പാറമടയിൽ ഉപയോഗിച്ചിരിക്കുന്നു. വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. ബുദ്ധിമുട്ട് ജയിൽ ഖേദിക്കുന്നു. സോറി. ഹലോ ഹലോ, നിങ്ങളെവിടെ? ഞങ്ങൾ വർക്ക്ഷോപ്പിലുണ്ടോ? ഞാൻ പറഞ്ഞ പോകണം. ഹലോ അണ്ണാ, പയ്യനോടെ തന്നെ ഉണ്ട്. ഉണ്ടോ? എടാ, അവന്റെ ഫോൺ ഉണ്ടോ നോക്കി. ഫോൺ എൻ്റെ ഉണ്ട്. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്. ഹലോ, 1 മണിക്കൂറോടെ പറഞ്ഞ കാശുമായി തുരുത്തിനടുത്തുള്ള അക്കുഡേറ്റിന്റെ താഴെ വരണം. ഞങ്ങൾ അവിടെ കാണും. ഇത് നമ്മുടെ തുരുത്തിനടുത്തുള്ള അക്കഡേറ്റാ? അല്ല, നമ്മൾ ഈ പൈസ മുഴുവൻ അവന്മാർക്ക് കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ചോദിച്ചാൽ ആണിമാസം കഴിയുമോ? ചെക്കന്റെ ജീവൻ വെച്ച് റിസ്ക് എടുക്കണ്ട.